ഹായ് ഫ്രണ്ട്സ്, പച്ചക്കറിയെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു പൂച്ചെടി നടാൻ പോകും. നല്ല പൂത്തുലഞ്ഞ് നിൽക്കുന്ന വയലറ്റ് കളറിലുള്ള ജമന്തി പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ എല്ലാവരും കണ്ണും അങ്ങോട്ടാണ് പോകുന്നത്. ഇതെങ്ങനെയാണ് നടുക, ഇത് വിത്താണോ തണ്ടാണോ എന്നൊക്കെ ചോദിക്കുക. എൻ്റെ കയ്യിലാണെങ്കിൽ ഒറ്റ ചട്ടിയേ ഉള്ളൂ. അത് ഒരു ചട്ടിയിൽ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുക. ഞാൻ വിചാരിച്ചു ഇനി കുറേ അങ്ങോട്ട് പീസാക്കി അങ്ങ് നടട്ടെ. ഇതാണ് എൻ്റെ പൂത്തു നിൽക്കുന്ന ജമന്തി ചെടി. ഞാൻ ആ ഒറ്റ ജമന്തി ചട്ടിയിൽ നിന്ന് ജമന്തി കമ്പ് ചെറിയ പീസാക്കി എടുത്ത് ഒന്ന് നട്ട് നോക്കിയതാ, വിജയിക്കുമോയെന്നറിയാൻ. വളർന്നു വലുതായി. നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറേ പീസാക്കിയിട്ട് അങ്ങ് നടുക, എന്നാൽ കുറേ ചട്ടിയിൽ വളർത്താലോ. ഇതിന് സൂര്യപ്രകാശം തട്ടണം, വെയിൽ നന്നായിട്ടുണ്ടായാലേ പൂക്കളും നന്നായി ഉണ്ടാവുള്ളൂ. എൻ്റെ മുറ്റത്താണെങ്കിൽ വെയിലാണ്. അപ്പോൾ ഞാൻ ജമന്തി കുറേ അധികം അങ്ങ് വെച്ച് പിടിപ്പിക്കട്ടെ എന്ന് ചട്ടിയൊക്കെ വാങ്ങി. ഇനി ഞാനത് പീസാക്കി വളർത്തി ഒരു 3-4 ആഴ്ചയായി അത് ചെയ്തിട്ട്. ഇപ്പോൾ വളർന്നു. അത് ഞാൻ ഓരോ പീസ് ഇങ്ങനെ നടുന്നത് പീസ് തയ്യായി മാറിയിട്ടുണ്ട്. ഇത് നടുന്നത് കാണിച്ചു തരാം. ഇതാ ഞാൻ പീസാക്കിയിട്ട് ചെറിയ ചട്ടിയിൽ നട്ടതായിരുന്നു. നട്ട് വളർന്ന് ഇതിപ്പോൾ ഒരു മാസമായി. നട്ട് വളർന്ന് പൂവിടാൻ വരെ തുടങ്ങി. ഇതിലൊരു ചീര മുളച്ചിട്ടുണ്ട്. ഇതാ പൂവിടാൻ തുടങ്ങി. ഇതെല്ലാം ഞാൻ ചട്ടി വാങ്ങിയിട്ടുണ്ട്. ചട്ടിയൊക്കെ വാങ്ങി റെഡിയാക്കി ഇതിൽ നടാൻ പോവുക. ഒന്ന് ഇതാ, വേറൊന്ന്. ഇതെല്ലാം ഞാൻ മാറ്റി കുഴിച്ചിടാൻ പോകുന്നത് കാണിച്ചു തരാം. ഇതാ ചട്ടി. നല്ല ഹോൾസ് വേണം കേട്ടോ. ഹോൾസ് കാണുന്നുണ്ടോ? നല്ല ഹോൾസ് വേണം, കാരണം വെള്ളം വാർന്നു പോവണമല്ലോ. ഈ ഹോൾസിലൊക്കെ നമ്മൾ ചെറിയ കല്ലിട്ട് വെക്കണം. ആ ഹോൾസിൻ്റെ മേലെ നമ്മൾ നനയ്ക്കുമ്പോൾ മണ്ണ് ഒലിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അടഞ്ഞു പോവാണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്താൽ വെള്ളം അങ്ങ് പോയിക്കോളും, മണ്ണ് പോവില്ല. ആ ഹോൾസിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ കല്ലിട്ട്. അതിന് ശേഷം ഞാൻ കരിയിലിടാൻ പോകുന്നത്. ഞാൻ ഏത് ചെടി നടുകയാണെങ്കിലും നിറയെ കരിയിലിടുക. കരിയിലിട്ടാനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നനച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും. ഇങ്ങനെ നനവായിട്ട് അവിടെ നിൽക്കും, കെട്ടി നിൽക്കില്ല, നനവായി നിൽക്കും. ഇതിന് കരിയില നല്ലൊരു വളം കൂടിയാണ്. അപ്പം ഞാൻ കരിയില ഇട്ടാൻ പോവുകയാണ്. ഇതിൽ കരിയില ഇടട്ടെ. കരിയില ഞാൻ മുറ്റടിച്ച് വാരുമ്പോൾ, റോഡടിച്ച് വാരുമ്പോൾ, എൻ്റെ മുൻഭാഗത്തെ റോഡൊക്കെ ഞാൻ അടിച്ച് വാരും. എവിടെ കരിയിലുണ്ടോ അതൊക്കെ അടിച്ച് വാരിയിട്ട് ഞാനിവിടെ സ്വരൂപിക്കും. എനിക്ക് എന്തെല്ലാം നടാനുണ്ട് അതെല്ലാം കരിയില ഇട്ടിട്ടാണ്. വേനൽക്കാലാണല്ലോ, വേനൽക്കാലത്ത് വേഗം ഉണങ്ങിപ്പോവും. വെറും മണ്ണിലാണ് നമ്മൾ നടുന്നതെങ്കിൽ മണ്ണ് പാറ പോലെയാണ്, ഒരു സോഫ്റ്റ് ഉണ്ടാവില്ല. അത് ചെടികൾക്ക് വേര് ഓടി നടക്കണമല്ലോ വളം ശേഖരിക്കാൻ. പാറ പോലെ ആയിപ്പോവും. ഇങ്ങനെയാണെങ്കിൽ മണ്ണ് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് മണ്ണായി മാറുകയും ചെയ്യും. മണ്ണിൽ ധാരാളം സൂക്ഷ്മ ജീവികളുണ്ട്. ആ ജീവികൾ ഇതെല്ലാം വളമാക്കി മണ്ണാക്കി മാറ്റിപ്പോകും. ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് മണ്ണിടട്ടെ. മണ്ണും ഞാൻ അവിടെ കൊണ്ടുപോയി ഇട്ടതാ. ഇതോടൊക്കെ സിമെൻ്റ് അതിൻ്റെ മേലെ കൊണ്ടുപോയി ഇട്ടതാ. മണ്ണ് കരിയില മണ്ണ് ഇട്ടിട്ട് ഞാൻ നറുക്കൂതി വളക്കൂറുള്ള മണ്ണ് തന്നെ കൊണ്ടുപോയി ഇട്ടത്. ഇടയ്ക്കെല്ലാം നമ്മളിങ്ങനെ മണ്ണിട്ട് കൊടുത്ത് ഒന്ന് ലെവല് ചെയ്യാം. എൻ്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ എല്ലാ ചെടികളും പൂക്കളും എല്ലാം നിങ്ങൾക്ക് കാണാം. കരിയില ഇട്ട് അതിന് ശേഷം മണ്ണിട്ട് അതിൻ്റെ മേലെ ഒരു ലെയർ കരിയില, ഒരു ലെയർ മണ്ണ്, ഇനി വീണ്ടും കരിയില ഇടുക. നല്ല ഇനി ഇത് ഞാൻ ഒന്നും ഒരു വളം ചെയ്യില്ല. ഇതിന്നിങ്ങനെ നനച്ച് കൊടുക്കും. നന നിർബന്ധം കേട്ടോ.
ഇതൊക്കെ വളമായിക്കോളും. പൂക്കൾക്ക് ഇതൊക്കെ തന്നെ ധാരാളം. ചട്ടി നിറയെ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത്ര പോലും ഞാൻ കരിയിലിട്ട് മണ്ണ് വീണ്ടും കരിയില മണ്ണ്. എന്താണെന്നറിയാം, ഇതിങ്ങനെ നിറഞ്ഞു നിന്നാൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് അമരും. നനച്ച് കഴിഞ്ഞാൽ അങ്ങനെ അമരും. അമർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളവും മണ്ണും അവിടെ ഉണ്ടാവും. ഇത് കുറച്ച് താഴ്ന്നു കഴിഞ്ഞാൽ നമുക്ക് നനയ്ക്കും ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ ചെറിയ ഹോൾസ് ഉണ്ടാക്കുക. ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഇവിടെയാണ് നമ്മൾ തൈ വെക്കുന്നത്. ഞാൻ തൈ കൊണ്ടുവരട്ടെ. ഇതാണ് തൈ. ഈ തൈ ഇതിൽ നിന്ന് മാറ്റുന്നത് എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ തട്ടിക്കൊടുത്താൽ മതി. തട്ടിയാലും വീഴുന്നില്ലെങ്കിൽ മെല്ലെ ഒന്ന്. നിറയെ വേര് പിടിച്ചിട്ടുണ്ട്. കുറേ തൈയുണ്ട്. ഇതൊക്കെ പീസാക്കി തണ്ട് പീസാക്കി നട്ടതാ. വേര് കളയാണ്ട് ഞാൻ ഇങ്ങനെ എടുക്കും. ഇവിടെ അങ്ങ് നട്ടു വെച്ചു. ഇനി ഇവിടെ അങ്ങ് രാജാവായി അങ്ങ് വളർന്നോളും. കാരണം ഇഷ്ടം പോലെ വളം കിട്ടും. വിസ്താരത്തിൽ വളരാൻ വലിയ ചട്ടിയുമാണ്. നമുക്ക് മുറ്റം നിറയെ ജമന്തി ചെടി വളർത്താം. ജമന്തി പൂക്കളെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയോ? നിറയെ പൂത്താൽ ഇത് നല്ലൊരു കളറാണ്, വയലറ്റ്. ഞാൻ ഈ ബാക്കിയുള്ളതും കൂടെ നടട്ടെ. ഇതിൻ്റെ അടുക്കള വേസ്റ്റാണ്. ഞാൻ ഈ ബക്കറ്റിൽ അങ്ങിട്ട് വെക്കല. അടുക്കള വേസ്റ്റ് കുറേ ആകുമ്പോൾ ഞാൻ കുറച്ച് മണ്ണങ്ങിടും. നനവൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആ വേസ്റ്റിൻ്റെ നനവേ ഉണ്ടാവുള്ളൂ, അല്ലാതെ വെള്ളം ഉണ്ടാവില്ല. അങ്ങനെ ആയിട്ടിപ്പോൾ ഒരു മാസമായപ്പോൾ ഇത് നോക്ക് വളമായി മാറിയത്. അതാണിപ്പോൾ ഞാൻ ഈ ജമന്തി ചെടിക്ക് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ അടുത്ത് കരിയില കൊണ്ടുവച്ചോന്ന് തീർന്ന് 5 ചട്ടിയുണ്ട്. ഇപ്പോൾ ഇതങ്ങുണ്ട് നല്ലൊരു വള. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. വേസ്റ്റ് പച്ചക്കറി വേസ്റ്റ് 5 ചട്ടിയിൽ നട്ട് കഴിഞ്ഞു. ഈ ജമന്തി ചെടി ഭാഗ്യം ചെയ്തവരാ. ഓർക്കാതെ ഇപ്പോൾ ഇവർക്ക് നല്ല വിസ്താരമുള്ള നല്ല ചട്ടി കിട്ടി, നല്ല വളം കിട്ടി. ഇനി ഇവർക്ക് നല്ല രാജാവ് രാജ്ഞിയൊക്കെ ആയിട്ട് ഇങ്ങ് വളരാം. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ അപ്ഡേഷനൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കും. നിങ്ങൾക്ക് കാണാൻ കഴിയും, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇന്നത്തെ കഴിഞ്ഞു. ബൈ ബൈ.